അസ്സലാമലൈക്കും. നമുക്കിന്ന് ഒരു മസാല ചായ ഉണ്ടാക്കാം. എന്നും നോമ്പിന് നമ്മൾ ജ്യൂസൊക്കെ അല്ലേ ഉണ്ടാക്കി കുടിക്കുന്നത്. ഇന്ന് നമുക്കൊരു വെറൈറ്റി ആവാം. ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് ചായയാണ് ഞാനിവിടെ ഇട്ട് കാണിക്കുന്നത്. ഒരു അര ഗ്ലാസ് വെള്ളമാണ്. അതിലേക്ക് വേണ്ടത് ഒരു പീസ് ചതച്ച ഇഞ്ചി, പട്ട, തക്കോല, ഗ്രാമ്പ്, ഏലയ്ക്ക, 2 ഏലയ്ക്ക, ഗ്രാമ്പ്, തക്കോല, ഇഞ്ചി ചതച്ചത്. ഇതാണ് മെയിനായിട്ട് വേണ്ടത്. ഒരു ലക്ഷം പട്ട. ഇത് നമ്മൾ ഈ വെള്ളത്തിലിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് തിളയ്ക്കട്ടെ. അതിൻ്റെ കൂടെ നമ്മൾ തേയിലപ്പൊടി ഇട്ട് കൊടുക്കണം. കുറച്ച് കടുപ്പൊക്കെ ഉണ്ടായിക്കോട്ടെ. ഒരു 2 സ്പൂണ് തേയിലപ്പൊടി ഇട്ടുകൊണ്ട് അതിലേക്ക് ബ്രൗൺ ഷുഗർ, ആവശ്യത്തിന് പഞ്ചസാര. ഇത് നന്നായിട്ടൊരു 2-3 മിനിറ്റ് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് പാലൊഴിക്കാം. ഈ ഗ്രാമ്പും പട്ടയും ഇതിൻ്റെ എല്ലാ ഫ്ലേവർ അതിൽ നന്നായിട്ട് ഇറങ്ങട്ടെ. തിളച്ചപ്പോൾ തന്നെ നല്ല മണം വരണുണ്ട്. വേണമെങ്കിൽ നമുക്ക് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വേണമെങ്കിൽ തിളച്ചോട്ടെ. ഇപ്പോൾ 2 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നല്ല കട്ടിപ്പാൽ. ഈ പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ചായ നന്നായിട്ട് തിളച്ച് വരേന് കുറച്ച് കൊടുക്കാം. നന്നായിട്ട് കടുപ്പൊക്കെ ആയിട്ടുണ്ട്. 2 മിനിറ്റ് പാലിങ്ങനെ തിളയ്ക്കട്ടെ. ഇത് നല്ല ഒരു മസാല ചായയാണ്. നല്ല ക്ഷീണമൊക്കെ മാറും. നോമ്പിന് നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കി കുടിക്കാം. പിന്നെ നിങ്ങൾ വേറെ ഒരു ചായയും കുടിക്കില്ല. ഞാനിത് തീ ഓഫ് ചെയ്യണേ. എന്നിട്ട് നമുക്ക് അടച്ച് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. ഓക്കെ, ചായ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു അരിച്ചതിന് ശേഷം ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ചായ നല്ല അടിച്ച് പതപ്പിച്ചെടുക്കണം കേട്ടോ. അതാണ് ചായയുടെ ടേസ്റ്റ്. കറക്റ്റ് ഒരു ഗ്ലാസ് കണ്ട. ചായ നല്ല അടിപൊളി ചായയാണ്. ഇതുപോലെ നിങ്ങൾ മസാല ടീ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കുടിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് പറയണം കേട്ടോ. അസ്സലാമു അലൈക്കും.